നടക്കണ പോലെ കണ്ടാല്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ അശ്റാറിനെ കണ്ടാലോ, വലൂറ അശ്റാറക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വേണ്ടാത്തരം ചെയ്യുന്ന തിന്മയുടെ കൂത്തരങ്ങ് തകർക്കുന്ന കൂട്ടുകാരെ കണ്ടാൽ ഹക്കമൂ, അവരെപ്പോഴോ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടാകും, ബിഅന്നഹും ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്, യൗമുൽ ഹിസാബ് കൊണ്ട് വിശ്വസിക്കാത്ത കക്ഷിയാവര്. നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കാത്ത മാപ്പിളാരല്ലോ എന്ന് പറയുന്നു. യൗമുൽ കൊണ്ട് വിശ്വസിക്കാൻ ഞാൻ മാപ്പിളല്ല വരുന്നു പറയും. നമ്മളെ കൂട്ടത്തിൽ പെട്ട മോശക്കാരെ കണ്ടാൽ ഇത് ആരാ പറയണത്, അതും കൂടെ ചിന്തിക്കണം. ഹസനുൽ ബസരി ആരോട്? ഹസനുൽ ബസരിന്റെ കാരക്കാരോട്. അപ്പൊ നമ്മളെ കണ്ടാലോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മളെ കണ്ടാ ബദരീങ്ങൾ എന്താ പറയാ? ഈ കാലത്തുള്ള നമ്മളെ കണ്ടാലും, നമ്മളെ അശ്റാറിനെ കണ്ടാ ബദരീങ്ങൾ എന്തു പറയും? ഇവര് മൃഗങ്ങളാണെന്ന് പറയൂലേ? ഉറപ്പാണ്. നിങ്ങൾ ചിന്തിക്കണം. ഹകമൂ ബിഅന്നഹും ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ് വഇന്നരിദ അലൈഹിമുൽ ഹലാലു മിനൽ മാൽ തറകൂഹു ഖൗഫൻ മിൻ ഫസാദി ഖുലൂബിഹിം, ഹലാലായ സ്വത്ത് പോലും അവർക്ക് സമർപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ട് ഖൽബ് ഫസാദായി പോകോ എന്ന് ഭയന്നിട്ട് അവരത് ഉപേക്ഷിക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറഞ്ഞത്? പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാ നമ്മളെക്കുറിച്ച് അവർ വിലയിരുത്തുന്നു പറയാൻ കാരണം എന്താ? എന്തേ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പരലോകത്തിൽ വിശ്വാസമല്ല. ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടോ? വെറുതെ ബടായി പറയാ സഹോദര, അങ്ങനെ ഒരു വിശ്വാസം വെറുതെ പറയാ. നമുക്ക് അങ്ങനെ അല്ല. ഉണ്ട് എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ഇല്ല, സംഗതി ഇല്ല. പരലോകത്ത് നമുക്ക് ഒരു ഈമാനും ഇല്ല. അത് തെളിയിക്കാൻ ഒരു മഹാനൊരു ഉദാഹരണം പറഞ്ഞു. അതും കൂടെ പറഞ്ഞ് എൻ്റെ വേദി ഇന്ന് സമാപിക്കുകയാണ്. സ്വലാത്തും ചൊല്ലാൻ പിരിയ. ഒരു സഹോദരൻ പറഞ്ഞു, ഒരു മഹാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞ ഉദാഹരണം, ഇത് ശരിക്കും തലയിൽ കയറിട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പരലോകത്ത് നമുക്ക് തെറ്റ് ചെയ്യുന്നവർക്ക് പരലോകത്ത് വിശ്വാസമില്ല എന്ന് ബദരീങ്ങൾ എന്താ വിലയിരുത്താൻ കാരണം? അതിന് തെളിവ് പറയണം. ഒരു മഹാൻ പറഞ്ഞു, ഇവിടെ ഒരു റൂം, തൊട്ടടുത്ത് വേറെ ഒരു റൂമും. ഈ റൂം ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ബെഡ്, തലയിണ, നേരത്തെ പറഞ്ഞ അലാ സുറുരി മൗദൂന മുത്തക്കീന അലൈഹാ മുത്തഖാബിനല്ല, സുഖ, നല്ല റാഹത്തുള്ള വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, കറണ്ട് ഉണ്ട്, കാറ്റുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉള്ളൊരു സൗകര്യപൂർണമായൊരു റൂം. അതിൻ്റെ ഉള്ളിൽ അതാ നല്ല ഒരു മധുര 17കാരി അല്ലെങ്കിൽ ഒരു 20-21കാരി ഇരിക്കുന്നു. നല്ല റാഹത്തുണ്ട്, നല്ല ഒരു ലോക സുന്ദരിയാണ്. ആ സുന്ദരിയുടെ അടുത്തേക്ക് 4 പേര് കയ്യും പിടിച്ചു നിന്നെ കൊണ്ടുപോയി റൂം ഓപ്പൺ ചെയ്ത് കാണിച്ചു. ദാ ഇവളൊപ്പം ഇന്ന് കൂടിക്കോ, ഇന്ന് രാത്രി നേരം വെളുക്കോളും ഇവളുടെ കൂടെ ആസ്വദിച്ചോ. നിന്നോട് തടസ്സം പറയാൻ ഒരാളും ഉണ്ടാകൂല, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒരാളും വരില്ല, ഞങ്ങൾ ഏറ്റൂന്ന് പറഞ്ഞു. ചാവിയാണ് കൊടുത്താൽ ഈ റൂമിന്റെ ചാവി അവൻ വാങ്ങൂലേ? വ്യഭിചാരം ഹറാമാണെന്നുള്ളതൊക്കെ മാറ്റിവെച്ചാളാ. എന്തിന്? ഈ ഉദാഹരണം തിരിയാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളി. വ്യഭിചാരം ഹറാമല്ല, എന്തിന്? ഇതിനു വേണ്ടി മാത്രം. ഈ ഉദാഹരണം മനസ്സിലായി, അപ്ലൈ ചെയ്ത് ശരിക്കും തലയിൽ കയറും. അള്ളാനെ പേടിച്ചിട്ട് റസൂലിനെ പേടിച്ചോ കൊയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ സംഗതിയാണ്. അതൊന്നുമല്ല, അങ്ങനെ ഹറാമാക്കിയൊരു കാര്യമൊന്നും അല്ല എന്ന് വെച്ചോ. എന്നാൽ ഈ ചാവി വാങ്ങൂലേ? കൊടുത്തത് ആരെ കയ്യിലാ? ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ. 13 തൊട്ട് 19 വരെയാണല്ലോ സെക്സ് പൊട്ടുന്ന പ്രായം. അവിടുന്ന് അങ്ങോട്ട് നിയന്ത്രണം ഉണ്ടാവും. 13 മുതൽ 19 വരെ അവിടെ ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ടീനേജിൽ ടീൻ എന്നതിൽ അവസാനിക്കുന്ന പ്രായം 13, 14, 15 ഒക്കെ ടീൻ എന്നായിരിക്കും അവസാനിക്കുക. അതാണ് ടീൻ ഏജ്. അതാണ് ആ യുഗം, ആ ഏജ്, അതാണ് ആ പ്രായം. അതാണ്. അപ്പൊ ആ പ്രായത്തില് കൗമാരപ്രായത്തിലാണ് തൊട്ടാ പൊട്ടുന്ന ലൈംഗികത, സെക്സ് ദാഹം ഉണ്ടായിരിക്കുക. ആ സെക്സ് ഉള്ള ഒരാൾ ഒരു 19, 18 വയസ്സായ ചെറുപ്പക്കാരന്റെ കയ്യിലാന്ന് വെച്ചോ. 19 വയസ്സ് വരെയാണ് അതിന്റെ കാലം, 19 വരെ. അപ്പൊ ആ 19ാമത്തെ വയസ്സോ 18 വയസ്സോ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത് കൊടുത്തത്. വാങ്ങൂലേ? ആ മഹാൻ പറഞ്ഞു, വാങ്ങും. വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അയാളുടെ ഞരമ്പിന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഞരമ്പിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആരോഗ്യവാനാണെങ്കിൽ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഏതാവട്ടെ, വാങ്ങി കയറാൻ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ പറഞ്ഞു, എടാ ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി, തൊട്ടടുത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു റൂമുണ്ട്, അതെനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. അതെ, അത് കാണിച്ചോ. ആ റൂം തുറന്നു. സുബ്ഹാനല്ലാഹ്, ഇയാൾ ഇങ്ങനെ ഞെട്ടി. ഇയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതെന്താ? തീയിന്റെ ഫില്ലറാണല്ലോ, പഴുത്ത് നിൽക്കുന്ന ഫില്ലറുകൾ, ബഡാവബൻ ഫില്ലറുകൾ, തീയിന്റെ വലിയ വലിയ ഫില്ലറുകൾ. ആ തൂണിങ്ങനെ നോക്കിയിട്ട് ഇയാൾ ചോദിച്ചു, എന്താ ഈ തീത്തൂൺ? എന്താണ് ഈ തീയിന്റെ തൂൺ? എന്തിനാണിത്? ഇവർ പറഞ്ഞു, നേരത്തെ പറയാൻ വിട്ടുപോയതാ. ഇന്ന് രാത്രി
8 മണിക്ക് നീ ഇവളോടെ കൂടെ കിടന്നോ, നാളെ 8 മണിക്ക് എഴുന്നേറ്റാ മതി രാവിലെ. പക്ഷെ എഴുന്നേറ്റ ഉടനെ നിന്നെ അവളെയും പിടിച്ചിട്ട് 2 തൂണിലും ഞങ്ങൾ ഒരു 5 മിനിറ്റ് കിട്ടും, കൂടുതലില്ല, 5 മിനിറ്റ്. അതിന് എത്ര മണിക്കൂറാ? 10 മണിക്കൂറോളം സുഖിക്കാൻ സമയം കൊടുത്തു. എന്നിട്ട് ആകെ ഒരു 5 മിനിറ്റ് ഈ 2 തൂണിലും നിന്നെ കെട്ടിയിടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നീ മഹാൻ ചോദിക്കാൻ. ഉടനെ തന്നെ ചാവി തിരിച്ചു നീട്ടും, അല്ലേ? അപ്പൊ എന്തേ? ഇവര് ചോദിക്കുക, എന്തേ? ഒന്നുമല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അല്ല, ഇയല്ല എത്ര ഉഷാറിൽ വാങ്ങ, ഒന്നും വേണ്ടാഞ്ഞിട്ടാ. എന്തേ കാരണം? ശിക്ഷയിൽ ഈമാനുണ്ട്. നാളെ എനിക്ക് ഈ ശിക്ഷ കിട്ടുന്ന ബൻ ഉറപ്പാണ്. ഈ സൗകര്യമൊക്കെ ചെയ്തു തന്നവർക്ക് എന്നെ ശിക്ഷിക്കാനും കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പൊ ആ ശിക്ഷയിൽ ഈമാൻ ഉണ്ടായപ്പോ കണ്ടങ്ങൾ ഏത് ഞരമ്പ് രോഗിയും, എത്ര വലിയ ഞരമ്പ് രോഗിയാണെങ്കിലും ശരി, 6 വയസ്സുകാരിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച സാക്ഷാൽ സെബാസ്റ്റ്യൻ, നമ്മൾ പത്രത്തിൽ വായിച്ചു പണ്ടൊരു ക്രിസ്ത്യാനിയെ കുറിച്ച്, അവനാണെങ്കിലും ശരി, ഖൈറുന്നിസയെ പീഡിപ്പിച്ച അബ്ദുൽ ഖാദർ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, എത്ര വലിയ ഞരമ്പ് രോഗിയാണെങ്കിലും ശരി, തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്താ കാരണം? നാളെ തന്നെ എനിക്ക് ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ അത് തന്നെയല്ലേ പടച്ചോനും പറഞ്ഞത്. പടച്ചോൻ പറഞ്ഞ ഇങ്ങനെയല്ല, 5 മിനിറ്റ് സൂചിച്ചാൽ കാലാകാലം കെട്ടിയിടുന്ന ഫീ അമദിൻ മുമദ്ദദ, നീളമുള്ള അഗ്നി തൂണുകളിൽ നിന്നെ പിടിച്ചു ബന്ധിപ്പിക്കുമെന്നല്ലേ അള്ള പറഞ്ഞത്. എന്നിട്ടെന്തേ ഈ കൂത്താടി നടക്കുന്നത്? അതേ, ഈമാനായിട്ടില്ല. അവിടെയായി നിങ്ങൾ നബിന്റെ ഹദീസ് വായിക്കേണ്ടത്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വിശ്വാസമുള്ളവനായിട്ട് വ്യഭിചരിക്കാൻ കഴിയില്ല. അപ്പൊ വ്യഭിചരിക്കുമ്പോ ആഖിറത്തിനെ കുറിച്ച് വിശ്വാസമില്ല. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണം റഹ്മാനെ. അപ്പൊ അതാണ്, ഉറപ്പാണ്. അള്ള പറഞ്ഞത് ഇതിന്റെ നേരെ തല തിരിച്ചാ. ഇവിടെ പറഞ്ഞത് 5 മിനിറ്റ് കെട്ടിയിടുന്ന കുറെ നേരം സുഖിക്കുന്നതിന്, അവിടെ പറഞ്ഞത് നേരെ തിരിച്ചാ. ഫീ അമദി മുഹമ്മദ്, നീ കാലാകാലം സുഖിച്ചാൽ, അല്ല 5 മിനിറ്റ് സുഖിച്ചാൽ, അല്ലെങ്കിൽ 1 മിനിറ്റും ഉണ്ടാവില്ല ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഒരു ദുനിയാവ്, അവിടെ സുഖിച്ചാൽ നിന്നെ തീർച്ചയായിട്ടും കാലാകാലം കെട്ടിയിടും. ഇത്ര ഗൗരവമുള്ള കേസാണ്.